രാഹുലിന് ഇതെല്ലാം അറിയാം, ഇതെല്ലാം രാഹുലിന് അറിയാം, ഇതെല്ലാം അറിഞ്ഞ് രാഹുലിന് മുന്നിലേക്കാണ്, അല്ലെങ്കിൽ കേരളത്തിന് മുന്നിലേക്കാണ്. നേരത്തെ പറഞ്ഞ ആദ്യഘട്ടത്തിൽ സോഷ്യൽ മീഡിയ പ്രചരണം ഉണ്ടാവുന്നു. എനിക്ക് തോന്നുന്നു രാഹുലിനോട് അപ്പോഴാണ് ആ ചോദ്യം ഉണ്ടാവുന്നതും. ഇതെല്ലാം ഉണ്ട് അറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ചോദിക്കുന്നത് ഹൂ കേഴ്സ്. അത് ഒരു അധികാരത്തിന്റെ ധാർഷ്ട്യമല്ലേ രാഹുൽ? ഒരിക്കലല്ല. ഞാൻ എന്തിനാണ് ഹൂ കേഴ്സ് എന്ന് പറഞ്ഞത്? ഞാൻ പിന്നീട് മാധ്യമങ്ങൾ നിങ്ങളുടെ ഒരു തലക്കെട്ടിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിന് പിന്നിലൊരു വലിയ ഗൂഢാലോചനയുണ്ട്, ഞാനത് പറയാം. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അവർ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ചതാണ് സ്ത്രീകൾ പരാതി പറയുമ്പോൾ ഹൂ കേഴ്സ് എന്ന് ഞാൻ പറയുന്നു എന്ന്. നീലപ്പെട്ടി വിവാദം പോലെ മറ്റ് രാഷ്ട്രീയ വിവാദങ്ങൾ പോലെ ഒന്നായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ വന്ന ആ സമയത്തുണ്ടായത്. അതിൽ പിൽക്കാലത്ത് അതിനുശേഷം വന്ന പരാതികളുടെ ഒരു നക്ഷലാണെന്ന് സോഷ്യൽ മീഡിയ. എൻ്റെ ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം, ഇപ്പോൾ ദാദർ സൈഡിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ രാഹുൽ ഇഷ്ടപ്പെട്ട ആളുകളെ പറ്റി രാഹുലിന് ഉറപ്പായും രാഹുലിന് ബോധ്യമുണ്ട് എന്താണെന്ന്. ആ ബോധ്യമുള്ള രാഹുൽ വന്ന് ഹൂ കേസ് എന്ന് പറയാമോ? അതെനിക്ക് പൂർണ്ണമായി ബോധ്യമുള്ളത് കൊണ്ടാണ് അങ്ങേക്ക് ഇപ്പോഴും ഈ ചോദ്യമുള്ളത്. അങ്ങ് അസത്യങ്ങളും അർത്ഥസത്യങ്ങളും മാത്രം അറിയുന്ന ആളാണ്. എനിക്ക് രണ്ടുപേർ തമ്മിൽ, ഇപ്പം ഞാനും ശ്രീ ഹാഷ്മിയും നമ്മൾ തമ്മിലുള്ള പൂർണ്ണമായ കാര്യങ്ങളെ പറ്റിയിട്ട് അറിയുന്ന രണ്ടുപേരേ ഉള്ളൂ അല്ലേ? എനിക്കും താങ്കൾക്കും മാത്രമാണ്. ഇപ്പോൾ താങ്കൾ മാത്രം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് താങ്കളുടെ വെർഷൻ മാത്രമാണ്. ഞാൻ കൂടെ പറയുമ്പോഴേ എൻ്റെ വെർഷൻ ആകുകയുള്ളൂ, അല്ലെങ്കിൽ ആ സംഭവം പൂർണ്ണമാവുകയുള്ളൂ. എനിക്കിത് രണ്ടും അറിയുന്ന ആൾ എന്ന നിലയിൽ എനിക്ക് ഇത്തരം കാര്യങ്ങളെ പറ്റി നല്ല ബോധ്യമുണ്ട്. അത് നമുക്ക് വഴിയേ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തി എന്ന നിലയ്ക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേവലം വ്യക്തി മാത്രമല്ല, പാലക്കാടിൻ്റെ ജനത ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച MLA ആണ്. ആ ജനങ്ങളോട് രാഹുലിന് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ രാഹുൽ അവിടെ ഇറങ്ങി നിന്ന് ഇക്കാര്യങ്ങൾ പറയാൻ ബാധ്യസ്ഥനാണ് രാഹുൽ. അല്ല, ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാനൊരു കാര്യം വളരെ കോൺക്രീറ്റ് ആയിട്ട് എന്നും പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടൊരു കാര്യവും ചെയ്തിട്ടില്ല, ഇന്നത്തെ ദിവസം വരെ ചെയ്തിട്ടില്ല. ഞാൻ ഇന്നത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ അനുവാദമോ അവരുടെ താല്പര്യമോ ഇല്ലാതെ ബാഡ് ടച്ച് എന്നുള്ളത് വിട്ടേക്കൂ, ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ അത്തരം ധാർമ്മികതകളൊക്കെ നന്നായി വെച്ച് പുലർത്തുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ എനിക്ക് ഞാൻ അധാർമികമായി എന്തെങ്കിലും ചെയ്തു വന്നോ അതല്ലെങ്കിൽ ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തു വന്നോ എനിക്ക് അഭിപ്രായമില്ല.